സൈസ് പിന്നെ വീട്ടില് ചിലപ്പോൾ വീട്ടുകാർ പറയുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ ചിലപ്പോൾ മക്കളെ കൊണ്ട് വല്ല അടിച്ചു വായിക്കല് അല്ലെങ്കിൽ അടുക്കള പണി എടുപ്പിക്കുന്നുണ്ടാവും. സൂംബ ഡാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിൽ എന്തുകൊണ്ട് റെലവെന്റ് ആവണു എന്ന് ഞാൻ പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആകെ പി ടി പീരീഡ് ആകെ ആഴ്ചയിൽ 2 അവർ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ബോയ്സ് വല്ല ഫുട്ബോൾ കളിക്കണ്ടാവും, ഗേൾസ് ഒന്നില്ലെങ്കിൽ വല്ല റിങ്ങിന് ചുറ്റും ഇരിക്കണ്ടാവും, അല്ലെങ്കിൽ വല്ല മരം തൊട്ടി കളിച്ചു ഭാഗ്യം കളിച്ചില്ല. അപ്പോൾ ഗേൾസിന് പറഞ്ഞ വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് പിന്നെ വീട്ടില് ചിലപ്പോൾ വീട്ടുകാർ പറയുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ ചിലപ്പോൾ മക്കളെ കൊണ്ട് വല്ല അടിച്ചു വാരിക്കല് അല്ലെങ്കിൽ അടുക്കള പണി എടുപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ ആ പണി എടുത്താലൊന്നും ബോഡിക്ക് എക്സസൈസ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഈ UP ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതായത് അവരുടെ വർക്കൗട്ടിന് അവരുടെ എക്സസൈസ് അവരുടെ ബോഡി ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനമാണ് ഈ സൂംബ ഡാൻസ് പറയുന്നത്. അതിന് ഐ ഡോണ്ട് നോ വൈ എതിർക്കണം. സൂംബ ഡാൻസിന്റെ വീഡിയോസ് അവർ ആ രാജ്യത്തുള്ള ആൾക്കാർ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടല്ലേ കളിക്കുള്ളൂ. അത് നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം, അതായത് എതിർക്കണവര് ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ ആരോഗ്യത്തിനെയാണ് എതിർക്കണേ